നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. ലോകം മുഴുവൻ ഒരു കാൽപന്തിന് ചുറ്റുമായി ലോകകപ്പ് ഫുട്ബോൾ ആഘോഷത്തിൽ അമരുമ്പോൾ അതിനെയും പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുകയാണ് കൂത്തുപറമ്പ് നരവൂർ സൗത്ത് LP സ്കൂൾ. ഫുട്ബോൾ ആഘോഷത്തെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കി മാറ്റുകയാണ് കൂത്തുപറമ്പ് സൗത്ത് നരവൂർ LP സ്കൂൾ. കൃത്യമായി അളന്നെടുത്ത പഞ്ചഭുജം, ഷഡ്ഭുജം എന്നിവ മുറിച്ചെടുത്ത് ഒട്ടിച്ചു ചേർത്ത് കുട്ടികൾ നിർമ്മിക്കുന്നത് മനോഹരങ്ങളായ ഫുട്ബോളുകളാണ്. 100ഓളം ഫുട്ബോളുകളാണ് ഇപ്പോൾ നരവൂർ സൗത്ത് LP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കയ്യിലുള്ളത്. ഇവിടെയും തീരുന്നില്ല ഇവരുടെ ലോകകപ്പ് ഫുട്ബോൾ ആഘോഷത്തെ പഠനമാക്കി മാറ്റുന്ന പുതിയ രീതി. സ്കൂളിലെ പാചകപ്പുരയുടെ ചുമരുകൾ മുഴുവൻ വിവിധ രാജ്യങ്ങളുടെ പതാകകൾ നിറഞ്ഞിരിക്കുകയാണ്. ഈ വർഷം ലോകകപ്പിൽ പങ്കെടുക്കുന്ന 48 രാജ്യങ്ങളുടെ പതാകകൾ ഭൂഖണ്ഡങ്ങൾ ക്രമത്തിൽ പഠിക്കാനാണ് ഇവർ ചിത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടത്. ഭൂഖണ്ഡങ്ങളും അതിലെ രാജ്യങ്ങളും പഠിക്കുന്നതിന് പുറമെ പതാകകളുടെ അളവെടുക്കൽ, വലിപ്പം നിർണയിക്കൽ, രൂപകൽപ്പന, നിറം നൽകൽ തുടങ്ങി നൈപുണ്യ വികസനത്തിന്റെ പുതിയ ലോകമാണ് ഈ ലോകകപ്പ് ആഘോഷത്തിന്റെ ഭാഗമായി നരവൂർ സൗത്ത് LP സ്കൂൾ കുട്ടികൾക്ക് മുന്നിൽ തുറന്നിടുന്നത്. ഹെഡ്മാസ്റ്റർ PV ദിജേഷ്, അധ്യാപകരായ K ദിബിൻ, C റജിൻ, V രഗില, AK യജുഷ, KV രഗിന, AK സ്വാതി, K രജിഷ തുടങ്ങിയവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ലോകകപ്പ് ഫുട്ബോളിന്റെ ഓരോ മത്സരം കഴിയുമ്പോഴും നാടും നഗരവുമെല്ലാം തന്നെ അതിൻ്റെ ഉത്സവ ലഹരിയിലാണ്. നമ്മുടെ സ്കൂളുകളും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയല്ല. എന്നാൽ ഇതിനെ കേവലം ആഘോഷം എന്നതിനപ്പുറം കുട്ടികൾക്ക് അക്കാദമിക്കായി എന്ത് ലഭിക്കും എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ സ്കൂൾ ആലോചിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികൾക്ക് സ്വന്തമായി ഇതിൽ പഠന പ്രവർത്തനം എന്ന രീതിയിൽ ഈ ആഘോഷത്തെ മാറ്റുകയും കുട്ടികൾ സ്വയമായി ഷഡ്ഭുജം, പഞ്ചഭുജം എന്നിവ വരച്ചുകൊണ്ട് അത് വെട്ടിയെടുത്ത് ഫുട്ബോൾ നിർമ്മിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ പാചകപ്പുര അപ്പാടെ ഈ ലോകകപ്പിൽ പങ്കെടുക്കുന്ന 48 രാജ്യങ്ങളുടെ പതാകകൾ കൊണ്ട് കുട്ടികൾ വർണ്ണപൂർണ്ണമാക്കുകയും അത് ഓരോ രാജ്യവും ഭൂഖണ്ഡമനുസരിച്ച് രാജ്യങ്ങളെ കണ്ടെത്തുകയും ഒക്കെ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രശ്നോത്തരി അടക്കം നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ അക്കാദമിക്കായുള്ള ഒരു രീതിയിൽ മാത്രമാണ് സമഗ്ര ന്യൂസ് കൂത്തുപറമ്പ്.